നോക്കിക്കോണം. ആ വൃത്തങ്ങളുടെ നടുവിൽ ഒരു സെന്റർ പോയിന്റ് കണ്ടു. പോയിന്റ് ഒക്കെ കണ്ടു. നീ അവിടെ ഉണ്ട കൊള്ളിക്കുന്നതാ എനിക്ക് കാണേണ്ടത്. ആ കൊള്ളിക്കാം. കാണട്ടെ കാണട്ടെ എന്ന് പറഞ്ഞാൽ ഒന്ന് എയിം ചെയ്യണ്ടേ? പൊട്ടട്ടെ പൊട്ടട്ടെ. നീ ചിലക്കായിരിക്കും. 1 2 3. നിന്റെ ഉണ്ട അങ്ങ് നേരെ ബഹിരാകാശത്തേക്ക് പോയി. പലകെ കൊണ്ടില്ലേ? എവിടുന്ന്? എന്റെ വെടി നോക്കിയോ. അത് കാണും. റെഡി? 1 2 പലകെ കൊണ്ടു. അവിടെ ഒരു പശു മറിഞ്ഞു വീണു. അതുകൊണ്ട് നിന്റെ വെടി അതിനിട്ടാണോ കൊണ്ടതെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്റെ വെടി കറക്റ്റായിട്ട് പലകയെ തന്നെയാ കൊണ്ടത്. വാ നോക്കാം. നീ പോയി നോക്കിട്ടോ. ഞാൻ വരണോ? വരാൻ. വെടി കൊണ്ടത് പശുവിനല്ല. ഓടിക്കോ. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. സർ, മിസ്റ്റർ രാംദാസ് എങ്ങോട്ടാ? ഓട്ടപരിശീലനമാണ് സർ. കയറേ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ അവിടെ ഒരു ബഹളം? അവിടെ പിന്നെ നാട്ടുകാർ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുകയാണ് സാർ. പോവാ 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 പോവാ. ഇന്നും ഏതാ വേണമോ സാർ? യു ലൈക്ക് ടു ഹാവ് സം ഐസ്ക്രീം? നോ സർ. വൺ ഐസ്ക്രീം. ശരി സാർ. ഇറ്റ്സ് റിയലി ഷോക്കിംഗ് സർ. ഇതിലിപ്പോ എന്റെ നില ആകെ പരിങ്ങല്ലായിരിക്കുന്നു. അതെ, മ്യൂസിയത്തിലെ സെക്യൂരിറ്റിയുടെ ചുമതല സാറിനാണല്ലോ. കിരീടം വീണ്ടെടുക്കേണ്ട ചുമതലയെ എനിക്ക് തന്നെ. ഇഫ് നോട്ട് ഐ മേ ഗെറ്റ് ഡിസ്മിസ്. ഹോം മിനിസ്റ്റർ ഫോണിൽ എന്നെ ഇഡിയറ്റ് എന്ന് വിളിച്ചു. അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല സർ. അദ്ദേഹത്തിന്റെ ടെൻഷൻ. മിസ്റ്റർ രാംദാസ് എന്നെ രക്ഷിക്കണം. ഇതിപ്പോ സാറ് 4ാമത്തെ തവണയാണല്ലോ എന്നോട് പറയുന്നത്. പക്ഷെ എനിക്ക് എങ്ങനെ സാറിനെ സഹായിക്കാൻ കഴിയുമെന്ന് മാത്രം പറയുന്നില്ല. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എത്രയോ വിഷമം പിടിച്ച കേസുകൾക്ക് തുമ്പുണ്ടാക്കിയവരാണ് മിസ്റ്റർ രാംദാസ്, മിസ്റ്റർ വിജയനും. അതുകൊണ്ട് പോൾ ബാർബറെ പിടിക്കാൻ നിങ്ങൾ രണ്ടുപേരും അമേരിക്കയിലേക്ക് പോകണം. അമേരിക്ക? സാർ, ഐസ്ക്രീം വന്ന്. സാറിനോട് വിരോധമുള്ള ആരെങ്കിലും ഐസ്ക്രീം തലയിലേക്ക് ഇട്ടതാണോ? എങ്കിൽ ഈ ഹോട്ടൽ ഞാൻ പൂട്ടിക്കും. മിസ്റ്റർ രാംദാസ്, ഞാനൊരു പ്രതികാരദാഹിയാണ്. എനിക്ക് ദോഷം വരുമെന്ന് കണ്ടാൽ കൊല്ലാനും കുഴിച്ചുമൂടാനും മടിയുള്ള ആളല്ലേ ഞാൻ. ഞാൻ കേട്ടിട്ടുണ്ട് സാർ. ഇതെന്താ കളിത്തോക്കാണോ സാർ? നോ, ഇത് അമേരിക്കയിലേക്ക് പോകുമ്പോ നിങ്ങൾക്ക് തരാനുള്ളതാ. ദാ നോക്ക്, വളരെ ട്രിക്കിയായ ഒരു സാധനമാണിത്. നമ്മുടെ ശത്രു ഈ റിവോൾവർ തട്ടിയെടുത്ത് നമ്മുടെ നേർക്ക് തന്നെ കാഞ്ചി വലിച്ചാൽ ദാ ഇതുപോലെ കത്തുകയുള്ളൂ. അപ്പൊ നമുക്ക് വേണേ ഇതിന്ന് സിഗരറ്റ് കത്തിച്ച് വലിക്കാം. സൂക്ഷിച്ചില്ലേ, കത്തിക്കുന്നവന്റെ കാറ്റ് പോവും. വീണ്ടും ഞെക്കിയ വെടി പൊട്ടും. അയ്യോ, എന്തിനാണ് സാർ വേണ്ടാത്ത കൂടാലിയൊക്കെ തന്നയക്കുന്നത്? ശരിക്ക് പൊട്ടുന്ന ഒരു തോക്ക് തന്നയച്ചാ പോരെ? പോരാ, അമേരിക്കക്കാരനെ വിരട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ വേണം. ഇതുപോലുള്ള സാധനങ്ങൾ ജെയിംസ് ബോണ്ട് കൊണ്ട് നടക്കുന്നത് കണ്ടിട്ടില്ലേ? ഓ അങ്ങനെ. ശത്രു ചത്താൽ ശക്തി കുത്താനായിരിക്കും ഈ കറുത്ത തുണി അല്ലേ? അല്ല, ഈ കറുത്ത തുണി പോൾ ബാർബറുടെ കുപ്പായത്തിന്റെ ഒരു ചീന്താണ്. കിരീടവും കൊണ്ടവൻ റോഡിലേക്ക് ചാടുമ്പോ മുള്ളുവേലി കുടുങ്ങി കീറിയതാ. ദൃക്സാക്ഷികൾ പറയുന്നത് അയാളുടെ മുതുകിൽ കമ്പി കൊണ്ട് നല്ലൊരു മുറിവുണ്ടായിട്ടുണ്ടെന്നാണ്. ഈ തുണിയുടെ കീറിയ മറ്റേ ഭാഗവും മുതുകിലെ മുറിവുമാണ് പോൾ ബാർബറെ തിരിച്ചറിയാൻ നമ്മുടെയിലുള്ള തുമ്പുകൾ. ഈ പോൾ ബാർബർ അമേരിക്കയിൽ ഫാമിലി ആയിട്ടാണോ താമസിക്കുന്നത്? എന്താ? അല്ല, പോൾ ബാർബർക്ക് പെൺമക്കൾ ഉണ്ടെങ്കിൽ അവരെ ലവ് ചെയ്യുന്ന പോലെ അഭിനയിച്ച് എനിക്ക് ആ വീട്ടിൽ കയറാം. ഈ സേഡികൾ പല വേഷത്തിൽ വേണമല്ലോ അന്വേഷണം നടത്താൻ. ദാറ്റ്സ് എ വെരി ഗുഡ് ഐഡിയ. ഇതാണ് എന്നെ ആപ്പിലാക്കിയ കിരീടം. ഇതാണ് ഇത്ര വലിയ കിരീടം? ഇതൊരുമാതിരി ബാലയ്ക്ക് വെക്കുന്ന കിരീടം പോലുണ്ടല്ലോ. കിരീടത്തിന്റെ ഭംഗിയല്ല, അതിന്റെ ആന്റിക് വാല്യൂയാണ് പ്രശ്നം. ഓഹോ സാർ, അപ്പൊ എന്റെ ചെലവിന് 5 ലക്ഷം രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എംബസി കിട്ടും. എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, CD വിജയനെ എന്റെ കൂടെ അയക്കണമെന്നില്ല. വെറും കോൺസ്റ്റബിൾ റാങ്കിലുള്ള ഒരുത്തം വന്നിട്ട് അമേരിക്കയിൽ ഒന്നും ചെയ്യാനില്ല.
പക്ഷേ മറ്റേ കേസുകളൊക്കെ നിങ്ങൾ ഒരുമിച്ചല്ലേ കണ്ടുപിടിച്ചിട്ടുള്ളത്? അങ്ങനെയൊന്നുമല്ല, എന്റെ മാത്രം ബുദ്ധി കൊണ്ട് ഞാൻ കണ്ടുപിടിച്ചാണ്. പിന്നെ എന്റെ വിശാലമായ മനസ്സുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് അവനും കൂടെ കൊടുത്തു എന്നേ ഉള്ളൂ. സർക്കാരിന്റെ കാശ് തിന്നു മുടിക്കാനല്ലാതെ അവനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ശരി, മിസ് രാംദാസിന്റെ ഇഷ്ടം. വിജയ 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 ഓ കെട്ടിയെടുത്ത് പാലിലൊടുക്കണം. നിന്റെ മനസ്സ് ഇത്രമാത്രം കല്ലാണെന്ന് ഇന്നാ എനിക്ക് മനസ്സിലായത്. ആളുകൾ എന്നെ ആയിട്ട് പെരുമാറുമ്പോ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നീ ഓടി രക്ഷപ്പെട്ടില്ലേ? ദിവസവും രാവിലെ രാവിലെ കുറെ ദൂരം ഓടണമെന്ന് ഞാൻ നിന്നോട് പറയാറില്ലേ? എങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ നിനക്ക് രക്ഷപ്പെടാമായിരുന്നു. നിന്നെ അവര് മൃഗീയമായി മർദ്ദിച്ചു കാണുമല്ലേ? മർദ്ദനം മാത്രോ? എന്റെ കഴുത്ത് കിടന്ന 2 പവന്റെ മാല അവന്മാർ ഊരിയെടുത്തു. എരന്ത് പോന പശുമാടുക്ക് ബദല ഇന്ത മാല പോതെന്ന് പറഞ്ഞു. അല്ല, മാല കൊടുത്തത് കൊണ്ടാ തടി രക്ഷപ്പെട്ടത്. എങ്കിൽ എത്രയും പെട്ടെന്ന് നീ 2-3 മാല വാങ്ങിച്ച് കഴുത്തിലിട്ടോ. എപ്പോഴൊക്കെയാണ് ആവശ്യം വരിക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് വിശക്കുന്നു, നീ വല്ല എടുത്ത് വെക്കേ. എന്താ ഒന്നുമില്ലേ? ഉണ്ട്, വലിയൊരു ഒലക്കയുടെ മൂട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഓ, എങ്കിൽ വലിയൊരു പീസിങ് എടുത്തോണ്ട് വാ. നല്ല ഒലക്കയുടെ മൂട് കഴിച്ചിട്ട് കുറെ നാളായി. ഓ, കുറച്ച് ദിവസത്തേക്ക് ഞാൻ മദിരാശി വിടുക. സന്തോഷം. ഒരു കേസ് അന്വേഷണത്തിനാണ്. വളരെ സന്തോഷം. നിന്നെ കൊണ്ടുപോകണ്ട എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം. വളരെ വളരെ സന്തോഷം. പക്ഷെ ഇത്രയും ദൂരം ഞാൻ ഒറ്റയ്ക്ക് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. അത് സാരമില്ല. ദൂരം എന്ന് വെച്ചാ എവിടാ? ബോംബെക്കാ? ഹേയ്, പിന്നെ എവിടാ? ഡൽഹിക്കാ? അവിടെ ഒന്നുമല്ല, ബംഗ്ലാദേശിലേക്കായിരിക്കും. 10-20 മണിക്കൂർ പ്ലെയിനില് ഒറ്റയ്ക്ക് ഇരിക്കാന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല. 10-20 മണിക്കൂർ പ്ലെയിനില്ല. കേസ് അന്വേഷണം അമേരിക്കയിലാണ്. അമേരിക്കയിലാണ്. അമേരിക്ക. ഹലോ മിസ്റ്റർ രാംദാസ്, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ஹலோ தாஸ், கங்க்ராச்சுலேஷன். Thank you, thank you. ஹலோ தாஸ், எப்ப அமெரிக்கா போப் போறீங்க? I should get my papers ready. No. சார், கங்க்ராச்சுலேஷன். Thank you. நம்ம ஆபீஸ்க்கு இது தெரியுமா சார்? ஹலோ. Thank you. Oh, thank you, thank you. Thank you. ஆமா, Eh? அமெரிக்கா போறீங்கல்ல? ஏன் விஜய் உங்க கூட வரலையா? நான் மட்டும் போனா போதும் கமிஷன் சொன்னாங்க. ஆனா அமெரிக்கையில வந்து கொஞ்சம் சாய்ப்பங்கிட்ட எல்லாம் பேசணுமே. ஆமா. அப்ப இங்கிலீஷ் தெரிஞ்ச ஒரு ஆளாகும்போ இவருக்கு நிறைய வாங்கிடும். இவருக்கு இங்கிலீஷ் தெரியாதே, அதனால. அது கரெக்ட், அது கரெக்ட். ஓ, தேங்க்யூ.